മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 5/4/1987 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തിരുവാതിരയാണ് നക്ഷത്രം. തിരുവാതിര 2-ാം പാദം. കർക്കിടക ലഗ്നം. 2-ൽ ഗുളികൻ, 3-ൽ കേതു, 4 ശൂന്യം, 5-ൽ ശനി, 6, 7 ഭാവങ്ങൾ ശൂന്യം, 8-ൽ ബുധൻ ശുക്രൻ, 9-ൽ സൂര്യൻ, രാഹു, വ്യാഴം, 10 ശൂന്യം, 11-ൽ കുജൻ, 12-ൽ ചന്ദ്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീജാതകമാണിത്. വിവാഹ മോചനം നടന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണത്. എന്തുകൊണ്ടാണത്? വളരെ ലളിതമാണ് ഉത്തരം. 1, ലഗ്നാൽ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശക്തനായ ശനി ലഗ്നാൽ 5-ൽ നിൽക്കുന്നു. വൃശ്ചികത്തിൽ മുൻപും വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വൃശ്ചികത്തിലെ ശനിയെ കരുതുക തന്നെ വേണം. പ്രത്യേകിച്ചും 7-ാം ഭാവാധിപത്യം വഹിച്ച് വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനിയെ നല്ല രീതിയിൽ സൂക്ഷിച്ചേ മതിയാകൂ. അതുപോലെ തന്നെ അത്തരം ശനിയിലേക്ക്, വൃശ്ചികത്തിൽ നിൽക്കുന്ന കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയിലേക്ക് 11-ൽ നിൽക്കുന്ന കുജൻ്റെ 7-ാമത്തെ ദൃഷ്ടി, 1, 2, 3, 4, 5, 6, 7 അവിടേക്ക് ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തോടും സൂര്യനോടും ഒപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ 9-ാമത്തെ ദൃഷ്ടി. കേതു നിൽക്കുന്നിടത്തേക്ക് രാഹുവിൻ്റെ 7-ാം ദൃഷ്ടി സ്വാഭാവിക ദൃഷ്ടി. അത് കഴിഞ്ഞ് വരുന്ന 9-ാം ദൃഷ്ടി 7-ാം ഭാവാധിപനിലേക്ക്. അപ്പോൾ കുജൻ്റെ ദൃഷ്ടി വന്നു, അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി വന്നു. വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരക്കാർക്ക്. കൃത്യമായി ചേരുന്ന ഗ്രഹനിലകളല്ല ചേർക്കുന്നത് എങ്കിൽ ഒത്തുപോകുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം തർക്ക സാധ്യതകൾ കൂടിയിരിക്കും. ചില ഭാര്യ ഭർത്താക്കന്മാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു മാത്രം കഴിയുന്ന ചില വീടുകളുണ്ട്. തർക്ക സ്വഭാവം, വേണ്ടതിനും വേണ്ടാത്തതിനും മുഴുവൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ആ തർക്കങ്ങളിൽ മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ആളുകളിൽ കുറേയധികം ആളുകളാണ് ഇത്തരം വിവാഹമോചനങ്ങൾ ഇത്തരം ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറ്. ഇവിടെ 7-ാം ഭാവാധിപൻ തന്നെ ശനിയാണ്, ശക്തനാണ്, വൃശ്ചികത്തിലാണ് നിൽക്കുന്നത്. കുജൻ, ശക്തനായ കുജൻ്റെ 7-ാമത്തെ ദൃഷ്ടി വന്നു. അവിടെ തന്നെ തർക്കം സംഭവിച്ചു. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അഗ്നിമാരുത യോഗം തന്നെ സംഭവിച്ചു. ഡയറക്റ്റ് ആയിട്ടല്ല. ഡയറക്റ്റായിട്ട് അഗ്നിമാരുത യോഗം സംഭവിക്കണമെങ്കിൽ കുജൻ ശനിയോടൊത്ത് തന്നെ നിൽക്കണം. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട്. അവിടേക്ക് തന്നെ ശക്തനായിട്ടുള്ള ഛായാഗ്രഹം രാഹുവിൻ്റെ 9-ാമത്തെ ദൃഷ്ടിയും വന്നു. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ലഗ്നത്തിൽ ശനിയുള്ള ആളുകൾ, അല്ലെങ്കിൽ 7-ൽ ശനിയുള്ള ആളുകൾ, അല്ലെങ്കിൽ 7-ാം ഭാവാധിപത്യം വഹിക്കുന്ന ശനിയുള്ള ആളുകളൊക്കെ വിവാഹം കഴിക്കുന്നത് പ്രത്യേകം ഗ്രഹനില നോക്കി ഉറപ്പ് വരുത്തി അത് ചേരുമെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവൂ. അതല്ലാത്ത പക്ഷം അബദ്ധം പറ്റാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ധാരാളം പേര് ഈ ഒരൊറ്റ കാരണം കൊണ്ട് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 5-ലാണ് ശനി നിൽക്കുന്നത്. മനസ്സിൻ്റെ സ്ഥാനത്ത്, സന്താന സ്ഥാനത്ത്. മനസ്സിൻ്റെ സ്ഥാനത്ത് പ്രത്യേകിച്ചും വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനി കുജൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി വരുമ്പോൾ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കും. എന്ന് വെച്ചാൽ തീയും കാറ്റും പോലത്തെ സാഹചര്യങ്ങൾ മനസ്സിന് ഒന്നൊഴിഞ്ഞ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനുള്ള ചിന്തകൾ ആ വ്യക്തി തന്നെ ചിന്തിക്കുകയും ചെയ്യും. കാരണം 2-ൽ നിൽക്കുന്ന ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ശനി കുജൻ പരസ്പരം ദൃഷ്ടിയാണ്. 1, 2, 3, 4, 5, 6, 7. വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനി കുജനെയും വീക്ഷിക്കുന്നു. കുജൻ ഇടവത്തിൽ നിന്നുകൊണ്ട് വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനിയെയും വീക്ഷിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ലഗ്നത്തിലേക്ക് വരുന്ന ഗുളികൻ്റെ ദൃഷ്ടിയെ, പ്രത്യേകിച്ചും അത് കർക്കിടക ലഗ്നം, കർക്കിടകം, ചന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ സോഫ്റ്റായിട്ടുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരക ഗ്രഹവും ചന്ദ്രനാണ്. 12-ൽ നിൽക്കുന്നു, നല്ലതല്ല. പ്രത്യേകിച്ചും ശത്രുക്ഷേത്രത്തിലും.
അപ്പോൾ പലപ്പോഴും മനസ്സ് കൈമോശം വന്ന രീതിയിലുള്ള ചിന്തകൾ ഇദ്ദേഹത്തിനുണ്ടാകാം. അവിടെ ലഗ്നത്തിലെ ശനി വർക്ക് ചെയ്യുകയും ചെയ്യും. അത് നിൽക്കുന്നത് 7ാം ഭാവാധിപത്യം വഹിച്ചാണ്, വിവാഹസ്ഥാനത്തിൻ്റെ അധിപനുമാണ്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കലുഷിതമായിട്ടുള്ള ചിന്തകൾ അടിക്കടി മനസ്സിനുണ്ടാകുമെന്ന് സാരം. അതങ്ങനെ തന്നെയാണ്. അതാണ് പിന്നീട് വിവാഹമോചനത്തിലേക്ക് എത്തിയതും. അതേപോലെ ഏതൊരു ഗ്രഹനിലയിലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ഒരുവിധപ്പെട്ടതിനെല്ലാം തന്നെ പരിഹാരം കൊടുക്കേണ്ടുന്ന വ്യാഴം ലഗ്നാൽ 9 സ്വന്തം ക്ഷേത്രത്തിലുണ്ട്. പക്ഷേ അത് രാഹുവിൻ്റെ പിടിയിലുള്ള വ്യാഴമാണ്. ഗുരു ചണ്ടാള യോഗമാണ്. രാഹു ഗുരു കോമ്പിനേഷൻ ഒട്ടും നല്ലതല്ല. എന്ന് വെച്ചാൽ രാഹു അവിടെ മോശം ചെയ്യുകയും ചെയ്യും, നല്ലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യാഴത്തെ തടയുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സ് അവിടെ വർക്കാവും. തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് കാലതാമസം വരുത്തും എന്ന് സാരം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ശനിയുടെ 3ാമത്തെ ദൃഷ്ടി 7ലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ ലഗ്നത്തിലേക്ക് വ്യാഴം ദൃഷ്ടിയുണ്ട്, കുളികൻ്റെ ദൃഷ്ടിയുണ്ട്, ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. പക്ഷേ അത് വളരെ പതുക്കെ കാര്യങ്ങളെല്ലാം നെഗറ്റീവെല്ലാം സംഭവിച്ച് അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ച് ടെൻഷൻ അടിക്കേണ്ടതെല്ലാം ചെയ്ത ശേഷം പതുക്കനെ കൊണ്ട് വ്യാഴം അത് ഗുണകരമായിട്ട് മാറ്റാതിരിക്കുമൊന്നുമില്ല, പക്ഷേ സമയമെടുക്കും. ഇത്തരക്കാർക്ക് പുനർവിവാഹം എന്ന് പറയുന്നതും സാധ്യത തന്നെയാണ്. കാരണം 7ലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞു, 7ാം ഭാവാധിപൻ ശനിയാണ് വൃശ്ചികത്തിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അവിടേക്ക് രാഹു ദൃഷ്ടി ചെയ്യുന്നതിനോടൊപ്പം തന്നെ വ്യാഴവും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. സ്വന്തം ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടുള്ള ദൃഷ്ടി തന്നെയാണത്. അപ്പോൾ ആദ്യത്തെ വിവാഹം പരാജയമായിരുന്നു എന്നിരുന്നാൽ തന്നെയും പിന്നീട് വിവാഹം നടക്കാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുമുണ്ട്. പക്ഷേ അവിടെയും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് പാർട്ട്ണർ എന്ന് പറയുന്ന അവസ്ഥയിൽ വരുന്ന ആളുടെ ഗ്രഹനില ഇത്തരം ഗ്രഹനിലയുമായി ചേരുമോ എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ചേരുമെങ്കിൽ വ്യാഴം അവിടെ കൃത്യമായി വർക്കായി, അത് പോസിറ്റീവായിട്ട് തന്നെ പോകും. അതല്ല ബുദ്ധിമുട്ടുള്ള ഗ്രഹനിലയാണ് എങ്കിൽ കുജൻ, രാഹു, ശനി ചേർന്ന് വീണ്ടും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹനില തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ തിരുവാതിരയാണ് നക്ഷത്രം. രാഹുദശയിൽ ജനിച്ചു 99 വരെ രാഹു, അതിനുശേഷം വ്യാഴം 2015 വരെ, അതിനുശേഷം ശനി 2034 വരെ, അതിനുശേഷം ബുധൻ 2051 വരെ, ശേഷം കേതു 2058 വരെ, ശേഷം ശുക്രൻ 2078 വരെ, ശേഷം സൂര്യൻ, ചന്ദ്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ എന്ന് പറയുന്നത് ശനിയിൽ ചന്ദ്രനാണ്, നല്ലതല്ല. ശനി 5ൽ നിൽക്കുന്നു, ചന്ദ്രൻ ലഗ്നാധിപനാണ്, 12ൽ നിൽക്കുന്നു. ഒട്ടും നല്ല ഒരു സമയത്തിലൂടെയല്ല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇരുന്നും നിന്നും ആലോചിക്കുക, കരുതലോടെ കാണുക, ശ്രദ്ധയോടെ നീങ്ങുക, അബദ്ധങ്ങൾ ഒഴിവാക്കുക, നിർബന്ധമായും ഇത്തരം ചിട്ടകൾ പാലിക്കുക. അതുപോലെ തന്നെ കൃത്യമായി ചെയ്യേണ്ടുന്ന പരിഹാരങ്ങൾ അതിൻ്റെ ചിട്ടപ്രകാരം തന്നെ ചെയ്തും പോകേണ്ടുന്ന സമയമാണ് എന്നും തിരിച്ചറിയുക. കൃത്യമായി ചിട്ടവട്ടത്തോടുകൂടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നെഗറ്റീവ്സിൻ്റെ പേഴ്സൻറ്റേജിനെ കുറയ്ക്കാനും ഉപരി പോസിറ്റീവ്സിൻ്റെ പേഴ്സൻറ്റേജിനെ കൂട്ടാനും സാധിക്കും. വ്യാഴം 9ലുണ്ട് എന്നതൊരു വലിയ ബലം തന്നെയാണ്. രാഹു അവിടെ ഉണ്ട് എന്നതൊഴിച്ചാൽ. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.